ഇന്നുണ്ടല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല അയലമീൻ വെട്ടിക്കറി വെക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അയലമീൻ എല്ലാവർക്കും വെട്ടി കറി വെക്കാനൊക്കെ അറിയാം. എന്നാലും ചുമ്മാ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ആദ്യം തൊട്ടിടാമെന്ന് വിചാരിച്ചു. അറിയത്തില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഞാൻ വെട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തായാലും ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ അയലമീൻ്റെ ചെതിമ്പൽ കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് കളയാനുള്ളത് ആദ്യമായിട്ട് കളയുന്ന പിന്നെ വാലറ്റം ഉണ്ടോ, ഇതങ്ങ് കട്ട് ചെയ്ത് കളയും. ദെൻ ഇതിൻ്റെ ഇവിടെയൊക്കെ ഈ ചെതിമ്പൽ പോലത്തെ ഭാഗങ്ങളുണ്ട്, അതും മൊത്തം ക്ലീൻ ചെയ്യും. കണ്ടോ, ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയാവുന്നവരെ ക്ഷമിക്കുക, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യമേ ചുറ്റി ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഞാനെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ രണ്ട് സൈഡിലുള്ളതും കളഞ്ഞു. ചിലർ ഇവിടം വെച്ച് കട്ട് ചെയ്യും, കണ്ണ് വെച്ചുകൊണ്ട് കട്ട് ചെയ്യും. ഞാൻ സാധാരണ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുക. കണ്ണങ്ങനെ വെക്കാറില്ല. കണ്ണ് വേണ്ടവർക്ക് വെക്കാം കേട്ടോ. ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് പോർഷനും ഇങ്ങനെ അടർത്തി മാറ്റാം. കണ്ടോ, ഫുള്ളും ക്ലീനായിട്ട് കിട്ടി. ഇനി ഇത് ക്ലീൻ ചെയ്ത് കഴുകി മുറിച്ചെടുത്താൽ മതി. നമ്മുടെ അയലമീൻ സെറ്റാണ്. ഇതിനകത്തുള്ള വേസ്റ്റ് ഇങ്ങനെ കൈയിട്ട് നമുക്ക് എടുത്ത് കളയാം. ഈസി ആയിട്ട് വെട്ടാൻ പറ്റുന്നൊരു മീനാണ് കേട്ടോ. ഇപ്പം എല്ലായിടത്തും തന്നെ കടയിൽ വെട്ടിക്കിട്ടും. എനിക്ക് അത്രയും സമയം നിൽക്കാനില്ലാഞ്ഞുകൊണ്ട് ഞാൻ വെട്ടാതെ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഞാൻ അയലമീൻ വെട്ടുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് വെട്ടുന്നതെന്ന് പറയാം കേട്ടോ. ഓക്കേ, അപ്പം ഞാൻ ബാക്കിയുള്ള ഈ മീനുകളെല്ലാം വെട്ടിയെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻ വെട്ടിക്കൊണ്ടുവന്ന് ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ വരഞ്ഞും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പുരട്ടി കൊടുത്ത് സെറ്റാക്കാം. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മസാല അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 6-7 അല്ലി വെളുത്തുള്ളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയില്ലേ, അതൊരു 3 നിറച്ചുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുരുമുളക് പൊടി വറക്കാനായതുകൊണ്ടാണ് കേട്ടോ. കറിക്കാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാറില്ല, വറക്കാനായതുകൊണ്ട് ഇതാ ഞാൻ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പൂടി ചേർത്തൊരു മസാലയായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഉപ്പ് കല്ലും ചേർത്ത് നമുക്ക് നല്ലവണ്ണം മസാലയായിട്ട് ഇതിനെ അരച്ചു കൊണ്ടുവരാവേ. അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു സാധനം ഞാൻ മറന്നുപോയി കേട്ടോ പറയാനായിട്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒന്നെങ്കിൽ വിനാഗിരി ചേർക്കുക, അല്ലെങ്കിൽ തൈര് ഒരു കുറച്ച് ചേർക്കും, ഒരു ചെറിയ പുളിപ്പിന് തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരച്ചുകൊണ്ട് വരാവേ. ഇത് നമ്മുടെ മസാല നല്ല രീതിയിൽ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ മസാലയുടെ ഉപ്പും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ആവശ്യത്തിന് ഉപ്പും ചെറിയൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ വെട്ടി വെച്ചിരിക്കുന്ന മീനില്ലേ, അതിലേക്ക് ഈ മസാല ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാറ്. പിന്നെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് ഈ മീൻ വറുക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ടാണ് നോക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്.
ഇനി എപ്പോഴെങ്കിലും അല്ലാതെയും ചെയ്യണമെന്ന് തോന്നിയാൽ, അങ്ങനെ സ്പെഷ്യലായിട്ട് സൺഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. കണ്ടില്ലേ? ഇതിൻ്റെ അകത്തേക്കും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ആവശ്യത്തിന് മസാലയുണ്ട്. മീനെല്ലാം നന്നായിട്ട് ഈ പറഞ്ഞേക്കുന്നതിൻ്റെ അകത്തൊക്കെ ഈ മസാല പിടിച്ചതിന് ശേഷം നമുക്കിതിനെ വറുത്തെടുക്കാം. ഉണ്ടോ? ഇനി ഇതിനകത്തോട്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കൂടെ ഞാൻ ചേർക്കാറുണ്ട്. എൻ്റെ ഒരു സീക്രട്ട് ഐറ്റം ആണ് കേട്ടോ. എണ്ണ, ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ. ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് ഓയിലാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കും. ശേഷം അതൊന്നുകൂടെ ആ ഓയിലൂടെ കൂട്ടി മിക്സാക്കി കൊടുക്കും. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് എയർ ഫ്രയറിനകത്ത് വെച്ച് ഇങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ വറുത്ത് പൊരിച്ചെടുക്കാം. എങ്ങനെയായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഡെഫിനറ്റായിട്ട് ഉണ്ടാക്കി നോക്കാത്തവരെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും നമുക്കിത് ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റ് ഏറ്റവും മിനിമം വെക്കണം. 1 മണിക്കൂർ വരെ വെച്ചാൽ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പുളിപ്പും ഉപ്പും ആ മസാലയെല്ലാം ആ മീനിലേക്ക് പിടിക്കും. പിന്നെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതിന് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഓളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.